തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ ഈ തെരച്ചിൽ ഒരു ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ കയർ ഇത്തരത്തിൽ ഈ മണ്ണിൻ്റെ മേഖലയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള ഒരു പ്രതീക്ഷ ആ ഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതിൻ്റെ മറ്റു ഭാഗങ്ങളൊന്നും തന്നെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. എന്നാൽ പിന്നീട് ഇപ്പോൾ വീണ്ടും അത്തരത്തിലൊരു കയർ ലഭിക്കുമ്പോൾ അതിനകത്ത് കൂടുതലായിട്ടുള്ള ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ ഒരു വ്യക്തത വരികയാണ്. മനാഫ് അത് ഉറപ്പിച്ച് പറയുകയാണ്, ഈ കയർ കൃത്യമായ തോതിൽ ഇത് നമ്മുടെ വാഹനത്തിൽ ഉപയോഗിക്കുന്ന കയർ തന്നെയാണ് എന്ന് മനാഫ് വ്യക്തതയോടുകൂടി പറയുകയാണ്. എന്തായാലും ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപക്ഷെ കൂടുതൽ ഊർജിതമായിട്ടുള്ള തിരച്ചിൽ നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് വ്യക്തമായി കാണാമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതാണ് ആ കയർ, നേവിക്ക് കിട്ടിയിട്ടുള്ള കയർ. ആ കയറിൻ്റെ ഭാഗം രണ്ടറ്റത്തുനിന്ന് മുറിച്ചെടുത്താണ് അവർ കൊണ്ട് മണ്ണിനകത്തുനിന്ന് വലിച്ചെടുക്കാൻ വേണ്ടി കഴിയാത്തതുകൊണ്ട് തന്നെ മുറിച്ചെടുത്തതാണ് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് വ്യക്തമാകുന്നത്. ഇതിൻ്റെ രണ്ടറ്റവും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കൃത്യമായ തോതിൽ മുറിച്ചെടുത്തതാണ്. ഇതാണ് ആ കയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ വണ്ണവും വലിപ്പവും ഒക്കെ ആദ്യഘട്ടത്തിൽ ഈ മനാഫിനോടൊന്ന് ചോദിക്കുന്നതിന് വേണ്ടി ഇത് നിരവധിയായിട്ടുള്ള വണ്ണത്തിലുള്ള കയറുകൾ കാണിക്കുകയും അതിൻ്റെ ഭാഗമായി മനാഫ് ഇതേ വണ്ണത്തിലുള്ള മറ്റൊരു കയർ കാണിച്ചു കൊടുക്കുകയും അതിനുശേഷമാണ് ഇത്തരത്തിലൊരു വസ്തു അവിടെ നിന്ന് ലഭിച്ചു എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം മനാഫ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഈ കയറ് അത് കെട്ടിയിട്ടിരിക്കുകയായിരുന്നോ? അതായത് ഈ മണ്ണിനടിയിൽ പൂണ്ട് കിടക്കുന്ന എന്തോ ഒന്നിൽ കെട്ടിക്കിടന്നിരുന്ന ഒരു കയറ് അവർ മുറിച്ചെടുക്കുകയായിരുന്നോ? എവിടെ നിന്നാണ് ഈ കയർ കിട്ടിയത്? സുജിയ, അത്തരത്തിൽ കെട്ടിയിട്ടതാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നേവിയാണ് ഒരു വ്യക്തത വരുത്തേണ്ടത്. പക്ഷേ എങ്കിൽ കൂടി അതിനകത്ത് അങ്ങനെ ഒരു കയറ് കിട്ടിയെന്നത് വളരെയധികം പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ്. ആ മേഖലയിൽ അത്തരത്തിലുള്ള ഒരു ഞാൻ ചോദിക്കാൻ കാര്യം അർജുൻ കല്യാട്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ലീഡാണ്. അർജുൻ കല്യാട്, നമുക്ക് അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വേണം. അതായത് ഈ കയർ അവർ ഇപ്പോൾ ആ മണ്ണിൽ കിടക്കുന്ന എന്തോ ഒന്നിൽ നിന്ന്, അതിൽ പുതഞ്ഞു കിടക്കുന്ന എന്തോ ഒന്നിൽ നിന്ന് മുറിച്ചെടുത്തതാണ് എങ്കിൽ ആ ട്രക്ക് മണ്ണിനടിയിൽ കിടക്കുന്നുണ്ടാകും. അതിൽ നിന്ന് വിട്ടുപോന്നിട്ടുള്ള തടിക്കഷ്ണങ്ങളാണ് ഒഴുകി വന്നത്. അതും 5-6 തടി മാത്രമാണ് അവിടെ കിടക്കുന്നത് നമ്മൾ കണ്ടത്. 8 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഗ്രാമീണ മേഖലയിലുള്ള ഒരു വീടിന്റെ ഓരത്താണ് നമ്മൾ ആ കറുത്ത PA1 എന്ന് രേഖപ്പെടുത്തിയ കറുത്ത തടി അത് കെട്ടിവെച്ചിരുന്ന കയറാണ് ഇപ്പോൾ അർജുന്റെ കയ്യിൽ എത്തിയിരിക്കുന്നത്, അർജുൻ കല്യാടിന്റെ കയ്യിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അർജുന്റെ ലോറി ഈ കയറ് കിട്ടിയ ഭാഗത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? നേവി അത് ലൊക്കേറ്റ് ചെയ്തു എന്ന സൂചനയാണോ? കാരണം അവരിപ്പോൾ തെരച്ചിൽ നടത്തുന്ന പോയിന്റുകൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അത് 3ഉം ഈ ലോഹ ഭാഗം, അതായത് കഴിഞ്ഞ ദിവസം കിട്ടിയ ഹൈഡ്രോളിക് ജാക്കി കിടന്ന ഭാഗമാണ് അർജുൻ. അതെ, നേരത്തെ തന്നെ മനാഫിൻ്റെ പ്രതികരണത്തിൽ തന്നെ അക്കാര്യങ്ങളെല്ലാം വ്യക്തമായതാണ്. കാരണം കഴിഞ്ഞ ദിവസം ഹൈഡ്രോളിക് ജാക്കി കിട്ടിയതിൻ്റെ ഏകദേശം ആ പരിസരത്ത് നിന്ന് തന്നെയാണ് ഇപ്പോൾ ഇതേ കയറും ലഭിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും നേവി അതിനകത്ത് ഏതാണ് കൃത്യമായ സ്പോട്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. അവർ ഒരുപക്ഷെ ആ മേഖലയിൽ നേരത്തെ തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് മനാഫിൻ്റെ പ്രതികരണം തേടുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഒരു ലോഹഭാഗം നേവിക്ക് ലഭിച്ചിട്ടുള്ളതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഒരു നേവിയുടെ ബോട്ട് ഇപ്പോഴും ആ ഗംഗാവാലി പുഴയിൽ തുടരുന്നതാണ്. ഉച്ചഭക്ഷണത്തിന് ബാക്കി എല്ലാവരും പിരിഞ്ഞു പോകുന്നൊരു ഘട്ടത്തിൽ പോലും ആ ബോട്ട് അവിടെ തുടരുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചതുമാണ്. അപ്പോൾ ഒരുപക്ഷെ ആ മേഖലയിലായിരിക്കാം ഈ പറയുന്ന രീതിയിൽ ഒരു കയർ ലഭിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് അർജുൻ്റെ വാഹനത്തിൽ കെട്ടിയ കയറാണ് എങ്കിൽ അത് വലിയൊരു ലീഡാണ്, നിർണായകമായിട്ടുള്ള ഒരു വിവരമാണ്. കൃത്യമായ തോതിൽ മനാഫ് ഇതിനകത്തൊരു സ്ഥിരീകരണം നൽകുന്നു. മനാഫ് ഈ സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നേവി കൃത്യമായ തോതിൽ മനാഫിനെ ബന്ധപ്പെട്ട് പല വണ്ണത്തിലുള്ള കയറുകൾ കാണിച്ച് ഇതിൽ ഏത് വണ്ണത്തിലുള്ള കയറാണ് നിങ്ങളുടെ വാഹനത്തിൽ ഉപയോഗിക്കുന്നതെന്ന് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ മനാഫ് ഇതേ വണ്ണത്തിലുള്ള കയർ കാണിച്ചു നൽകിയപ്പോൾ മാത്രമാണ് മനാഫിന് അവിടെ നിന്നും ഈ വെള്ളത്തിനടിയിൽ നിന്നും മുറിച്ചെടുത്തിട്ടുള്ള ഈ കയർ നൽകിയിട്ടുള്ളത്. അത് പ്രധാനമായ ഒരു ലീഡ് തന്നെയാണ്. ഒരുപക്ഷെ ആ മേഖലയിൽ വാഹനമുണ്ടാവുക അല്ലെങ്കിൽ തടി ഇവിടെ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് ഒഴുകിപ്പോകുന്നവർക്ക് പ്രദേശവാസികൾക്ക് ലഭിച്ചിരുന്നു. പക്ഷേ ഈ കയർ അവിടെ മണ്ണിലും ചെളിയിലും ഒക്കെ പുതഞ്ഞു പോവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അവിടെ കുടുങ്ങിക്കിടക്കുകയോ ചെയ്തപ്പോൾ അത് വലിച്ചെടുക്കുന്നതിൽ നേവിക്ക് പ്രയാസം നേരിട്ടപ്പോഴാണ് ഇത് മുറിച്ചെടുത്തത്. അതായത് നമുക്കിത് കൊടുക്കാമോ? തടികെട്ടിയ കയർ, ഇതിന്റെ രണ്ട് ഭാഗവും, അതായത് തടികെട്ടിയ കയർ മുറിച്ചെടുത്ത് നേവി കൈമാറുകയും അത് മനാഫ് ഉറപ്പിക്കുകയും ചെയ്തു, അങ്ങനെയല്ലേ അർജുൻ? മനാഫ്
തീർച്ചയായിട്ടും മനാഫ് അതിനകത്തൊരു സ്ഥിരീകരണം നൽകുന്നുണ്ട്. ഇതേ വണ്ണത്തിലുള്ള ഇതേ കയർ തന്നെയാണ്, ഇതേ രീതിയിലുള്ള കയർ തന്നെയാണ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നതെന്ന കാര്യത്തിൽ മനാഫ് ഒരു സ്ഥിരീകരണം നൽകുകയാണ്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു ലീഡ് ലഭിച്ചിരിക്കുന്നു. കൃത്യമായ തോതിൽ ഈ അർജുൻ്റെ വാഹനത്തിൽ കെട്ടിയ കയറാണ് എന്ന കാര്യത്തിൽ ഒരുപക്ഷെ ഇനി ഈ ഗംഗാവാലി പുഴയിൽ തിരച്ചിലിന് ശേഷം അതിൻ്റെ കൂടുതൽ തെളിവുകൾ ഒരുപക്ഷെ ഈ നേവിയുടെ സംഘം അവിടെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ആ മേഖലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഒരു പരിശോധന അവിടെ നടത്തും. അപ്പോൾ കൂടുതലായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ലഭിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. എന്തായാലും